മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എംഎൽഎ നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. ആരോപണങ്ങൾ സാധൂകരിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് കഴിയാതിരുന്നത് വിചാരണ വേളയിൽ വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ എംഎൽഎ നൽകിയ ഹർജിയിൽ ഇന്ന് വിധി പറയും. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? വൃന്ദ, 2 തവണയാണ് ഈ ഹർജി വിധി പറയാനായി മാറ്റിയത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ 3-ാം തീയതി ഈ കേസ് ഈ ഹർജി വിധി പറയുന്നതിന് വേണ്ടി വെച്ചിരുന്നു. പക്ഷേ അന്ന് ചില വിമർശനങ്ങൾ മാത്യു കുഴൽനാടനെതിരെ കോടതി ഉന്നയിക്കുക മാത്രമാണ് ചെയ്തത്. ഇതിനുശേഷമാണ് വിധി പറയുന്നതിന് വേണ്ടി, ഈ ഹർജിയിൽ വിധി പറയുന്നതിന് വേണ്ടി ഇന്നത്തേക്ക് മാറ്റിയിട്ടുള്ളത്. പ്രത്യേക വിജിലൻസ് കോടതിയിലാണ് ഈ ഹർജി നിലനിൽക്കുന്നത്. ഈ കേസ് ആരംഭിക്കുന്ന ഘട്ടം മുതൽ വളരെ നേരത്തെ തന്നെ നിയമസഭയിലടക്കം മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കെതിരെയും മകൾ വീണ വിജയനുമെതിരെയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഈ CMRLന് കരിമണൽ ഖനനം നടത്തുന്നതിന് വേണ്ടി വഴിവിട്ട സഹായം മുഖ്യമന്ത്രി ചെയ്തു കൊടുത്തു എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇതിനുവേണ്ടി ഇത്തരം ഒരു സഹായം ചെയ്തു കൊടുത്തതിന് വേണ്ടി മാസപ്പടിയായി വീണ വിജയൻ മകളുടെ അക്കൗണ്ടിലേക്ക് പണം CMRL നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അനധികൃതമായ ഒരു അല്ലെങ്കിൽ ക്രമവിരുദ്ധമായ നിലയിൽ ഒരു പണമിടപാട് ഈ 2 കമ്പനികൾ തമ്മിൽ നടന്നു എന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രേഖകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് ഈ ഘട്ടം വരെയും കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നിലവിൽ ഈ പ്രത്യേക വിജിലൻസ് കോടതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണം എന്ന ഒരു ആവശ്യമാണ് ഈ വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ പല ഘട്ടത്തിലും നേരത്തെ ഈ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാമെന്നാണ് നേരത്തെ മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളോടക്കം പറഞ്ഞിരുന്നത്. മാധ്യമങ്ങൾ പല ഘട്ടങ്ങളിലും ആവർത്തിച്ച് ചോദിച്ചിരുന്നു മുഖ്യമന്ത്രിയും CMRLും ഈ നിലയിൽ അനധികൃതമായി അല്ലെങ്കിൽ അവിഹിതമായി ഇടപെട്ടു എന്നതിനുള്ള ഒരു തെളിവ് എന്താണ് താങ്കളുടെ പക്കൽ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ അത് ഇപ്പോൾ തനിക്ക് പുറത്തുവിടാൻ കഴിയില്ല, മാധ്യമങ്ങളിലൂടെ പുറത്തുവിടാൻ താൻ ആഗ്രഹിക്കുന്നില്ല, അത് കോടതിയിൽ നൽകും എന്ന ഒരു വാദമാണ് അദ്ദേഹം പല ഘട്ടങ്ങളിലും മുന്നോട്ട് വെച്ചത്. പക്ഷേ കോടതിയിൽ പോലും ഈ തെളിവുകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ സിറ്റിംഗിലടക്കം കോടതി വലിയ വിമർശനങ്ങൾ മാത്യു കുഴൽനാടനെതിരെ ഉന്നയിച്ചത്. പ്രധാനമായും കോടതി ചോദിച്ചത് ഏതെങ്കിലും തരത്തിൽ ഈ മുഖ്യമന്ത്രി CMRLന് വേണ്ടി അനധികൃതമായി ഇടപെട്ടു എന്നതിന്റെ തെളിവുകൾ എന്താണ്? ഇത്തരത്തിൽ തെളിവുകളില്ലാതെ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വേണം എന്ന ആവശ്യങ്ങൾ ഇങ്ങനെ നിരന്തരം ഉന്നയിക്കുന്നതിലെ സാങ്കത്യം എന്താണ്? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? തെളിവുകളില്ലാതെ ഇവിടെ വന്ന് പല ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ യുക്തിയില്ല എന്ന കാര്യമാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ ഈ CMRL സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുള്ള പല ആവശ്യങ്ങളും സർക്കാർ നിരാകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ അവർക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്തതായി ഒരു രേഖയിലുമില്ല. അതേസമയം CMRL ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ പലതും അല്ലെങ്കിൽ പൂർണ്ണമായും സർക്കാർ അതൊക്കെ നിരാകരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി വഴിവിട്ട് സഹായം ചെയ്തു കൊടുത്തു എന്ന് പറയാൻ കഴിയുക എന്ന ഒരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ സിറ്റിംഗിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സ്വാഭാവികമായും മാത്യു കുഴൽനാടനെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയാണ് കോടതിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നിലവിലെ സാഹചര്യം. ഈ കേസിൽ അന്തിമ വിധി, ഈ ഹർജിയിൽ, അതായത് മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണം എന്ന ഹർജിയിൽ അന്തിമ വിധി ഇന്ന് 11 മണിയോടുകൂടി കോടതിയിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. വൃന്ദ.